ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് കണ്ടോ? ശരിക്കും മനസ്സിന് വല്ലാത്തൊരു കുളിർമ കിട്ടുന്ന ഒരിടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മൾ എവിടെയൊക്കെ പോയാലും, എത്ര വലിയ കെട്ടിടങ്ങൾക്കിടയിൽ ജീവിച്ചാലും നമ്മുടെ നാടിന്റെ ഈ പച്ചപ്പും തണുപ്പും നൽകുന്ന ഒരു ആശ്വാസം അത് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. ദാ ഈ തോട് കണ്ടോ? അതിൽ വിരിഞ്ഞു നിൽക്കുന്ന ആ ആമ്പൽപ്പൂക്കൾ കണ്ടപ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ആമ്പൽപ്പൂക്കൾ പറിക്കാൻ മത്സരിച്ചിരുന്ന ആ കാലം, അതിന്റെ തണ്ട് പൊട്ടിച്ച് പൊട്ടിച്ച് മാല തീർത്ത് പരസ്പരം അണിഞ്ഞിരുന്ന കാലം, ആ ഓർമ്മ പോലെ തന്നെ എത്ര മനോഹരമാണല്ലോ ഈ കാഴ്ച. പിന്നെ ഈ തോടിന്റെ വശങ്ങളിൽ നിൽക്കുന്ന ഈ കൈതച്ചെടികൾ, പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ കൈതയോലകൾ ഉണക്കി മെടഞ്ഞുണ്ടാക്കുന്ന പായകൾ ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ആ പായയിൽ കിടന്നുറങ്ങുന്നതിന്റെ ഒരു സുഖം തന്നെ വേറെയാണ്. കൈതച്ചെടിയുടെ ഇലയിലുള്ള മുള്ളുകൾ ചെത്തിക്കളഞ്ഞ് പുഴുങ്ങി ഉണക്കിയെടുക്കുന്ന ഓലകൾ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. പണ്ട് എല്ലാ വീടുകളിലും ഈ പായകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില വീടുകളിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നു. തണുപ്പുള്ളതും ആരോഗ്യകരവുമാണ് ഈ പായയിലെ ഉറക്കം. കൈതച്ചെടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പൂവാണ്. കൈതപ്പൂ എന്നും താഴമ്പൂ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഒരിടത്ത് കൈതപ്പൂ വിരിഞ്ഞു നിന്നാൽ ആ പരിസരമാകെ അതിന്റെ സുഗന്ധം പടരും. വന്യമെങ്കിലും വളരെ ഹൃദ്യമായ ഒരു ഗന്ധമാണത്. നീളമുള്ള ഇളം മഞ്ഞയോ വെളുപ്പോ നിറത്തിലുള്ള പാളികൾ കൊണ്ടാണ് ഈ പൂ പൊതിഞ്ഞിരിക്കുന്നത്. കാഴ്ചയിൽ മനോഹരമാണെങ്കിലും ഇതിന്റെ അരികുകളിൽ ചെറിയ മുള്ളുകളും ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഐതിഹ്യങ്ങളിലും പാട്ടുകളിലും കൈതപ്പൂവിന് വലിയ സ്ഥാനമുണ്ട്. പഴയകാലത്ത് സ്ത്രീകൾ ഈ പൂവിന്റെ ഇതളുകൾ മുടിയിൽ ചൂടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെറും ഒരു ചെടിയായല്ല, നമ്മുടെ പൂർവികർ കൈതയെ കണ്ടിരുന്നത് ഒരു ഉപജീവന മാർഗമായും സംസ്കാരമായുമായിരുന്നു. വട്ടികൾ, തൊപ്പികൾ, വിരികൾ എന്നിവയെല്ലാം കൈതയോല കൊണ്ട് നെയ്തെടുക്കാറുണ്ട്. താഴെ നെയ്ത്ത് എന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കുടിൽ വ്യവസായമായിരുന്നു. തോടിന്റെ വശങ്ങളിലായി കൈതകൾ നട്ടുപിടിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അത് വെറും ഒരു ഭംഗിക്കല്ല. കൈതയുടെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി തോടിന്റെ കരകൾ ഇടിഞ്ഞു പോകാതെ അവ അതിനെ കാത്തുരക്ഷിക്കുന്നുണ്ട്. തോടിന്റെ ആഴവും ആയുസ്സും നിലനിർത്തുന്ന പ്രകൃതിദത്തമായ മതിൽക്കെട്ടാണിവ. മണ്ണൊലിപ്പ് തടയാനും തോടിനെ സംരക്ഷിക്കാനും ഒക്കെ പ്രകൃതി തന്ന വലിയൊരു വരദാനം കൂടിയാണ് ഈ കൈതച്ചെടികൾ. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള പല കൈതക്കൂട്ടങ്ങളും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ തോടിന്റെ ഓരത്ത് നിൽക്കുമ്പോൾ ആ കൈതപ്പൂവിന്റെ മണം ഇപ്പോഴും വായുവിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പ്രകൃതി അമൂല്യമായ എത്രയോ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ ഓർമ്മയിലെ കൈതപ്പൂവിന്റെ മണം എങ്ങനെയുള്ളതാണ്? പണ്ട് വീട്ടിൽ തഴപ്പായകൾ ഉണ്ടായിരുന്നോ? കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.